ഹലോ അശ്വതി, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ. ഹലോ മാം, ഇപ്പൊ കേക്കാം. ഇപ്പൊ കേൾക്കാമോ? ഓക്കെ. ഓക്കെ. ഞാൻ ഹോസ്പിറ്റലിലാട്ടോ. ഇവിടെ ഇച്ചിരി റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ആ ആ, ശരി. അശ്വതി, ഒരു 2 മിനിറ്റ് കേട്ടോ. ഇപ്പൊ ഞാൻ വരാമേ. ഓക്കെ മാം.
ഹലോ അശ്വതി. ഹലോ മാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, കേൾക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിജിറ്റൽ സിസ്റ്റം ആണ് കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പം ഇതില് ഡിജിറ്റൽ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ. അതിന് ഹ്യൂമൻ ലാംഗ്വേജ് അത് എപ്പോഴും സീറോസ് ആൻഡ് വൺസ് എന്ന് പറയുന്ന ലാംഗ്വേജിലോട്ട് ഡീകോഡ് ചെയ്തിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. ശരിക്കും നമ്മളൊരു ഹായ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഒരിക്കലും അത് ഹായ് ആണെന്ന് തിരിച്ചറിയണമെങ്കിൽ അത് എന്ത് ചെയ്യണം, സീറോസിലും വൺസിലോട്ടും കൺവേർട്ട് ചെയ്യണം അല്ലേ? അതെ. അപ്പം അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാല് അതിനൊരു ഡിജിറ്റൽ സിസ്റ്റം ഉണ്ട്. അതായത് നമ്മുടെ ഈ ഡിസ്ക്രീറ്റ് ഇൻഫോർമേഷനെ ഒരു സിസ്റ്റം പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഡെഫിനറ്റ് ആയിട്ടും ഒരു സിസ്റ്റം സർക്യൂട്ട് ഉണ്ട്. അത് വെച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു ഹായ് എന്ന് പറയുന്ന ടെക്സ്റ്റ് മെസ്സേജ് ഒരു സീറോസിലോട്ടോ വൺസിലോട്ടോ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഓക്കെ. അപ്പം അതിലെന്താ, നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന ഹായ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് അതൊരു ഡിസ്ക്രീറ്റ് ഇൻപുട്ടിലായി എടുക്കാന്ന് വെച്ചു. ഓക്കെ. മെഷീൻ ഒരു ഡിസ്ക്രീറ്റ് ഇൻപുട്ടിൽ അത് എടുത്തു. അതിനെ ഒരു പ്രോസസ്സിംഗ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അതിൽ ഇട്ട് ക്ലിയർ ആവുന്നുണ്ടോ? ആ മാം, ക്ലിയർ ആവുന്നുണ്ട്. ഡിസ്ക്രീറ്റ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റത്തിലിട്ട് അതിനെ എന്ത് ചെയ്യാം, അതിനെ റീഡ് ചെയ്യും നമ്മുടെ സിസ്റ്റം അത് റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് അത് എന്താണ്, ഒരു ഡിസ്ക്രീറ്റ് ഔട്ട്പുട്ട് ആയിട്ട് തന്നെ സിസ്റ്റത്തിൽ തന്നെ അതൊരു ഔട്ട്പുട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും, നമ്മുടെ അതായത് ഹ്യൂമൻ ലാംഗ്വേജിലോട്ട് അത് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് അതിനെ തിരിച്ച് ഹായ് എന്ന് പറഞ്ഞ് നമുക്കത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. മനസ്സിലായോ? ആ മാം. ഇനി ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ കാണിക്കുവാണേ. അപ്പം നമുക്ക് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വേണം, ഒരു മെമ്മറി വേണം, ഒരു കൺട്രോൾ യൂണിറ്റ് വേണം, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് വേണം അല്ലേ? അതെ. ഇത് മൂന്നും ഉണ്ടെങ്കിലേ നമുക്ക് എന്താ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോ നോക്കിയേ, ഒരു മെമ്മറി യൂണിറ്റ് ഉണ്ട്, അതിൽ CPU കൺട്രോൾ യൂണിറ്റും ഉണ്ട്, ഡേറ്റാ പാത്തും ഉണ്ട്. ഈ ഡേറ്റാ പാത്ത് എന്ന് പറയുന്നത് എന്തിനെ നമ്മൾ ഡിസ്ക്രീറ്റ്ലി യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസിനെ ഇത് ഡിസ്ക്രീറ്റ് നമ്പേഴ്സിൽ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു, അതായത് സീറോസ് ആൻഡ് വൺസിൽ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? അതിനാണ് നമ്മൾ ഈ ഡേറ്റാ പാത്ത് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായി. അപ്പോ കൺട്രോൾ യൂണിറ്റുമായിട്ട് ഡേറ്റാ പാത്തിന് എന്താ ഒരു മ്യൂച്വൽ കണക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഡേറ്റാ പാത്തിനെ എന്താണ് കൺവേർട്ട് ചെയ്തു, അതേപോലെ ഇൻപുട്ട് കൊടുക്കുന്നത് കൺവേർട്ട് ചെയ്ത് ഔട്ട്പുട്ട് ആക്കുന്നതിലും തമ്മിൽ മെമ്മറിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. കാരണം ഈ വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ആരാണ്? മെമ്മറിയാണ്. അതുപോലെ തന്നെ CPU ആയിട്ട് കണക്ഷൻ വരുന്നതാണ് മെമ്മറിയും ഇൻപുട്ട് ഔട്ട്പുട്ടും. കാരണം ഇൻപുട്ട് കൊടുക്കുന്നത് CPU-ൽ ഇട്ട് പ്രോസസ്സ് ചെയ്ത് അത് ഡിസ്ക്രീറ്റ് ആക്കിയിട്ട് മെമ്മറിയിൽ ചെന്നിട്ട് വീണ്ടും അതിനെ എന്ത് ചെയ്യണം, തിരിച്ച് CPU-ൽ വന്ന് മെമ്മറിയിൽ സേവ് ചെയ്ത് തിരിച്ചും CPU-ൽ വന്ന് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി സിഗ്നൽ എന്തുവാണെന്നുള്ളത്. സിഗ്നൽ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഇൻഫോർമേഷൻ, അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതായത് എന്തേലും ആയിക്കോട്ടെ, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഏതൊരു ഓബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻഫോർമേഷൻ വേരിയബിൾ. ഇപ്പൊ നമ്മൾ ഒരു ടേബിളിനെ നമ്മൾ അതിനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ടേബിൾ എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞു, അതിനെ നമ്മൾ എന്താണ് ഒരു വേരിയബിൾ ആക്കുമ്പോൾ എന്താവും, ടേബിൾ, TABLE. മനസ്സിലായോ? അതായത് ടേബിൾ എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ നമ്മൾ A എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാണ്. ആ വേരിയബിളിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്, ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് എയില് ടേബിൾ എന്ന് പറയുന്ന ഇൻഫോർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ടേബിൾ എന്ന് പറയുന്ന ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സിഗ്നൽ ഏതാണ്? A. അപ്പം കമ്പ്യൂട്ടറിൽ നമ്മൾ A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ കൂടി നമ്മൾ A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തിനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ടേബിൾ. മനസ്സിലായോ? അതായത് അപ്പോ ഞാൻ ഫസ്റ്റ് വേരിയബിൾ എന്താണ് ഒരു സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് എന്ത് ഇൻഫോർമേഷനെ കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. പക്ഷേ
നോർമൽ കമ്പ്യൂട്ടറിലുള്ള ഒരു കാര്യമാണ്. നോർമൽ ആയിട്ട് ഒരു കമ്പ്യൂട്ടറിൽ നടക്കുന്ന ഒരു കാര്യമാണ് എ എന്ന് പറയുന്ന വേരിയബിൾ ടേബിൾ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ. Okay. ഇനി ഡിജിറ്റൽ സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ വേരിയബിൾ എന്താണ്? ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. Okay. അതായത് സീറോസ് വൺസ് അങ്ങനെയൊക്കെയുള്ള ഡിസ്ക്രീറ്റ് വാല്യൂസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾസിനെ നമ്മൾ എടുക്കുന്നത്. മനസ്സിലായോ? ആ അതായത് clear ആണ്. നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ എടുക്കുന്ന ബൈനറി വാല്യൂസ് ആണ്. അതെന്താണ് ബൈനറി വാല്യൂസ്? 1 zeros. സീറോസ് ആൻഡ് വൺസ്. ഇതാണ് ബൈനറി. മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ട്. ഇനി ഒരു വേർഡ്സിനെ നമ്മൾ എന്ത് സിമ്പിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതായത് ഫോൾസ്, ട്രൂ. അതായത് ഡിസ്ക്രീറ്റ് വാല്യൂസ് വരുമ്പോൾ സീറോസ് ആൻഡ് വൺ. സീറോ ആണെങ്കിൽ എന്താണ് ഫോൾസ്, വൺ ആണെങ്കിൽ ട്രൂ. മനസ്സിലായോ? ഓക്കെ. ക്ലിയർ ആണ്. ഇനി ഗ്രാഫ്, അനലോഗ് സിഗ്നൽസ് കണ്ടോ? സിഗ്നൽസിൽ എക്സാമ്പിൾ ആണ്. അനലോഗ് സിഗ്നൽ കണ്ടോ? ഇതെന്താണ്? കണ്ടിന്യൂസ് ആയിരിക്കും അല്ലേ? അതായത് ഇതിന് കൊടുക്കുന്ന അനലോഗ് സിഗ്നൽസിന്റെ വാല്യൂസ് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. അതിന്റെ ഇടയിൽ എന്തായിരിക്കും? ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ അതിനൊരു അത് എപ്പോഴും ഒരു കണ്ടിന്യൂറ്റി കാണും. എവിടെയും വെച്ച് അത് ഓഫ് ആവുകയോ അല്ലെങ്കിൽ ഓൺ ആവുകയോ ഒന്നും ചെയ്യത്തില്ല. മനസ്സിലായോ? അനലോഗ് സിഗ്നൽ നല്ല എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കണ്ടിന്യൂസ് അല്ലേ? ഇനി ഡിജിറ്റൽ എന്ന് ഡിജിറ്റൽ സിഗ്നൽസിന് എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് അതായത് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും. സീറോസ് വൺ. സീറോസ് കഴിയുമ്പോ കണ്ടോ ലോ ആയിരിക്കും. വണ്ണ് വരുമ്പോ ഹൈ ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായി. ഇനി സിങ്ക്രണസ് ആണെങ്കിൽ എന്താണ്? കുറെ നേരം സീറോ ആയിരിക്കും, കുറെ നേരം വൺ ആയിരിക്കും, പിന്നെ സീറോയിൽ കണ്ടിന്യൂ ചെയ്യും, പിന്നെ വണ്ണിൽ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ലോയും ഹൈയും കണ്ടിന്യൂ ചെയ്ത് മാറിയും തിരിഞ്ഞു വരും. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി വാട്ട് ആർ ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റെപ്രസെന്റ് സീറോസ് ആൻഡ് വൺസ്? അതായത് എന്തൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് സീറോസിനെയും വൺസിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒന്ന് CPU, അത് വോൾട്ടേജ്. വോൾട്ടേജ് കൂടിയും വരാം കുറഞ്ഞും വരാം അല്ലേ? പിന്നെ ഡിസ്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലോട്ടല്ലേ? ദെൻ CD, അതിന്റെ ഒരു ലൈറ്റ് എമിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടല്ലേ? പിന്നെ ഡൈനാമിക് റാം, അതിന് വേണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ചാർജ് ഉണ്ടായാലേ പറ്റൂ, കാരണം അതിന് വർക്ക് ചെയ്യണ്ടേ. ഇനി അടുത്തത് എന്താ പേര്? അശ്വതി ഇത്ര എഴുതി. ഓക്കെ.
മാം അടുത്ത സ്ലൈഡ് കാണിച്ചു തന്നെ. മാം അടുത്ത സ്ലൈഡ്.
അടുത്ത സ്ലൈഡ് കാണിച്ചോളൂ കേട്ടോ. മാം അത് എഴുതി കഴിഞ്ഞു കേട്ടോ. ഈ സ്ലൈഡ് എഴുതിയോ? ഇത് എഴുതിയിട്ടില്ല. ഇത് അറിയാലോ അല്ലേ? ആ ദേ ഈ ടേബിൾ ഒന്ന് വരയ്ക്കണേ, ഈ ടേബിൾ. ഓക്കെ ഓക്കെ.
ഹലോ മാം, സ്ലൈഡ് കാണുന്നില്ല.